സ്വർഗീയ തലത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കും? ആ സ്വർഗീയ തലത്തിൽ നിൽക്കുന്നവന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് വേഗത്തിൽ വായിച്ചാണ്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹലോ, സ്വർഗീയ തലത്തിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവർ, സ്വർഗീയ ഓഹരി പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ ഭൂമിയിൽ ദൈവം സ്വർഗീയമായ അനുഭവം എനിക്ക് നൽകും. കഷ്ടതകൾ ഒരു ഭാഗത്തുള്ളപ്പോൾ, വേദനകൾ ഒരു ഭാഗത്തുള്ളപ്പോൾ ആ വേദന തളർന്നു പോകുന്നവരല്ല, അവിടെയും സ്വർഗീയമായ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ സ്വർഗീയ ഓഹരിക്കാരനാണ് എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? എല്ലാ കേട്. എന്താണ് ഭക്തി? ഭക്തിക്കേട്. എന്താ ഭക്തിക്കേടെന്ന് പറഞ്ഞാൽ? ഭക്തിക്കേട് ദൈവം വിളിച്ചത് സ്വർഗീയ ഭക്തിക്ക് വേണ്ടിയാണ്. ഭക്തിക്കേടെന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു എന്നൊന്ന് കരം ഉയർത്തി. കേട് നമുക്കറിയാം. ഈ അവിയലും സാമ്പാറിനും ഒക്കെ നമ്മൾ മലക്കറി മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്തിടുന്ന മലക്കറി ഏതായിരിക്കും സഹോദരിമാരെ? ഞാനാണെങ്കിൽ ഞാനും അറിയും. ചിലപ്പോൾ ഞാൻ വളരെ സൂക്ഷിക്കുന്നത് കത്തിരിക്കയാണ്. വാഴയ്ക്കൊക്കെ കുഴപ്പമില്ല, കാര്യം കിട്ടാൽ മതി. അതിന് പുഴുക്കുത്തൊന്നുമില്ല. അകത്ത് പുഴുള്ള സാധനം ഏതായിരിക്കും? സ്വാമി സൗകര്യം. അങ്ങനെ കത്തിരി കിട്ടിയിട്ടുണ്ടോ? കണ്ട പുറത്ത് കണ്ടാൽ നല്ല കത്തിരിക്കയായിരിക്കും, പക്ഷെ കട്ട് ചെയ്യുമ്പോൾ അറിയാം അതിനകത്ത്. അതാണ് ഭക്തിക്കേട്. ഭക്തിക്ക് വിളിച്ച നമ്മെ ഭക്തിക്കേടാക്കുന്ന പുഴുക്കുത്തുകൾ, കേടുവരുത്തുന്ന ജഡസ്വഭാവങ്ങൾ, കേടുവരുത്തുന്ന ജഡത്തിലെ രീതികൾ. ഹലോ, എന്നിട്ട് മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വർഗീയനാണെങ്കിൽ എന്റെ മേൽ ലഭിച്ച ഭക്തിയെ മുറുകെ പിടിക്കണം. ഈ പ്രവാസകാലം ഭക്തിയോടും ഭയത്തോടും. ഈ പ്രവാസകാലം എന്താ? ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാസികളായിട്ട് പ്രവാസികൾ ഗൾഫിലായിരുന്നു. നമ്മുടെ പ്രതിമനുഷ്യൻ പോയിട്ടുണ്ട്, നമ്മുടെ ബിജു ബ്രദർ അല്ലെ, അവർക്കറിയാം. ഇവർക്ക് ചിലപ്പോൾ പ്രവാസി കാർഡ് കാണും, പ്രവാസി പെൻഷനും കാണും. എന്ന് പറഞ്ഞാൽ കുറെ വർഷം ഗൾഫ് രാജ്യങ്ങൾ പണിതിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കും പ്രവാസി. ആ രാജ്യത്തിലെ ആളല്ല, അന്യ രാജ്യത്തിലെ വ്യക്തിക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യുക. ഇവിടെ വിശ്വാസികൾ ആരാണ്? പ്രവാസികൾ. ഈ പ്രവാസകാലം എന്നിട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്കിവിടെ ആധാറുണ്ടല്ലോ, എനിക്കിവിടെ ID കാർഡുണ്ട്. പിന്നെ നീ ഇവിടെ, നമ്മൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പ്രവാസികളാണ്. നമ്മുടെ രാജ്യം ഇവിടെ അല്ല, നമ്മുടെ രാജ്യം സ്വർഗം. സ്വർഗീയ പൗരത്വമുള്ള നമ്മൾ ഇവിടെ ആരാണ്? പ്രവാസികളാണ്. അപ്പൊ ഈ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭക്തിയോടും ഭയത്തോടും വിറയലോടും കൂടെ. ഹലോ, തോന്നുന്നത് പോലെ നീ ദൈവത്തിന്റെ മകനായിട്ട് തോന്നുന്നത് പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. എങ്കിൽ നിന്റെ ജീവിതം മുടിഞ്ഞുകൊണ്ടേയിരിക്കും. നന്മ അനുഭവിക്കത്തില്ല, ഉയർച്ച അനുഭവിക്കാൻ കഴിയത്തില്ല. ഞാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ആ സ്വർഗീയ തലത്തിൽ നിന്നാൽ, അനീഷേ, ദീപു കേൾക്കണം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ബെന്നിയെ, അഭിഷേക്, നിന്റെ തല കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. സഹോദരൻ, കാരണമല്ല, മുടിയുടെ ഇരിപ്പ് കണ്ട സ്നാനപ്പെട്ടവനാണ്. എന്നാ നീ സ്നാനപ്പെട്ട് സ്വർഗീയനായെങ്കിൽ ഭക്തികേട്. എനിക്ക് ചെറുപ്പക്കാർ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. മുടി എനിക്ക് സാറിന് പെട്ടെന്ന് മുടി കയ്യിൽ കിട്ടും. ചിലപ്പോൾ പിന്നെ മുടി പിടിക്കാൻ നല്ല എളുപ്പം. കാരണം മുടി ഇത്ര നീണ്ടു കിടക്കുകയാണ്.
അപ്പം പറഞ്ഞു നീ പോണം വിശാല, നീ പോ വിശാല. ഞാൻ പോകില്ല. എന്നാ നോക്കി പിന്നെ നോക്കാൻ പറ്റും, പിന്നെ മുടി നോക്ക്. ഇത് എൻ്റെ ശക്തിയാണ്. ഞാൻ പോകണമെങ്കിൽ ഇവൻ ഇതിനെ വെട്ടണോ? ഈ മുടിയുടെ പിന്നിലെ ചില പൈശാചുണ്ട്, പറയാതെ അഭിക്ക് മനസ്സിലായ ആരാണല്ലേ? മനസ്സിലായി. ഹലോ, കള്ളം പറയാതല്ല ഉൾപ്പിടുന്നുണ്ട്. സ്വന്തം ഈ വളർത്തുന്ന മുടിയുടെ പിന്നിൽ ഞാനാണ് ഇട്ടിരിക്കുന്നത്. ഹലോ സ്വന്തം ചിലതുണ്ട് ലോകക്കാരെ പോലെ നടക്കണം. ലിപ്സ്റ്റിക്ക് തേച്ച് പിരിവ് എടുത്ത് ഒക്കെ തേച്ച് നടക്കണം ലോകക്കാരെ പോലെ. നീ ഒരു ഓരോ ഓർക്കണം, ലിപ്സ്റ്റിക് ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. നീ ജോലിക്ക് പോയി ചില ജോലി സ്ഥലത്ത് പോയാൽ ചില നീ ഇപ്പോൾ എയർ ഹോസ്റ്റായിട്ട് പോയാൽ അവർ പറയും ചോപ്പിച്ചൊക്കെ വെക്കണം, അവർ പറയും. അല്ല, നീ എവിടെയെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് ജോലി ചെയ്യാൻ റിസപ്ഷനായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചോപ്പിച്ച് വയ്ക്കേണ്ടി വരും. ഞാൻ അവിടെ റോഡിലൂടെ ചോപ്പിച്ച് നടക്കുന്നതിനാണ്. അത് വേറെ ഈ റോഡിലൂടെ ചോപ്പിച്ച് നടക്കുന്ന കുട്ടികൾ വേറെ കുട്ടികളാണ്. ഞാൻ പറയുന്നില്ല, അറിയാന്നുള്ളത് അറിയാം. അല്ലെങ്കിൽ മുതിർന്നവരെ കേട്ട് പഠിക്കണം. ഈ റോഡിലൂടെ ചുണ്ട് ചോപ്പിച്ച് നടക്കുന്ന ആരാണെന്ന് മുതിർന്നവരോട് ചോദിച്ചാൽ പറയാം അല്ലേ? അമ്മമാർക്ക് അറിഞ്ഞൂടെ? അല്ലെ, ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ റിസപ്ഷനിൽ പോകുന്ന സമയത്താണെങ്കിൽ ഓക്കെ, അതങ്ങനെ ഒരു ജോലിയുടെ ഭാഗം എന്നൊക്കെ പറയാം അല്ലേ ജീന? പറയാം. സ്വതന്ത്രം. ഞാൻ പറഞ്ഞ ഈ മുടിയുടെ പിന്നിൽ എന്തുകൊണ്ട് കൊടുക്കും? ഞാൻ നീ മാറിയിക്കാൻ പറയും, മാറിക്കേ. ഞാൻ മാറി എന്നിട്ട് ഇത് ബോധം ഈ വിജയ മാറ എന്നെ കൊണ്ട് ഒക്കില്ല. മുടി കുട്ടി ചോക്കളായി തീരാന്ന് പറഞ്ഞാൽ ഇപ്പം അത് മാറുമെന്ന് പറഞ്ഞു. ആ തീരാനെടുത്തപ്പോൾ ആ ഭൂതവും മാറി. മനസ്സിലായല്ലോ? ഭൂതം മാറണമെങ്കിൽ നിന്റെ കയ്യിലിപ്പ് മാറ്റണം. ഓ സ്വോത്രം. അതുകൊണ്ട് ഞാൻ പറയാം പ്രിയരെ, നിങ്ങൾ സ്നാനപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു വാക്തത്വമുണ്ട്. എന്താ വാക്തത്വം? സ്വർഗീയ ഓഹരി. ആ സ്വർഗീയ ഓഹരി എനിക്കെന്ന് വർണ്ണിക്കാൻ ഒക്കത്തില്ല. സ്വർഗീയ ഓഹരി എന്ന് പറഞ്ഞാൽ ഈ ലോകം തരാത്ത സമാധാനവും ഈ ലോകം തരാത്ത അനുഗ്രഹവും. അത് എനിക്ക് പറയാനൊക്കത്തില്ല. അത് നീ ദൈവത്തോട് എത്രത്തോളം ചേർന്ന് നടക്കും. ഞാൻ പറയാം, മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക നിലയിൽ, മറ്റുള്ളവർ അസൂയപ്പെടത്തക്ക നിലയിൽ, മറ്റുള്ളവർ നിന്നെ നോക്കി അസൂയപ്പെടത്തക്ക നിലയിൽ. ഞാൻ അങ്ങനെ പറയുന്നു, നീ സ്വർഗീയ തലത്തിൽ നിൽക്കാൻ തയ്യാറായാൽ മറ്റുള്ളവർ നിന്നെ കണ്ട് നാണിക്കത്തക്ക നിലയിൽ ഏറ്റെടുത്തോണം. ചെറുപ്പക്കാർ ഏറ്റെടുത്തോണം, യൗവനക്കാർ ഏറ്റെടുത്തോണം. ഞാൻ സ്നാനപ്പെട്ടവനെങ്കിൽ ഞാൻ ലോകപ്രകാരം നിൽക്കാനുള്ളവനല്ല. എന്റെ ഭക്തിക്ക് കേട് വരുന്ന ഒന്നും എനിക്ക് വേണ്ട. എന്റെ ഭക്തിയെ കേട് വരുന്ന ബന്ധം എനിക്ക് വേണ്ട. ചില ഭക്തിയെ കേട് വരുത്തുന്ന കൂട്ടുകെട്ടാണ്. ചിലരുടെ ഭക്തിയെ കേട് വരുത്തുന്നത് കൂട്ടുകെട്ടാണ്. തന്നെ കരുതാത്ത കൂട്ടുകെട്ട് വേണ്ട. നിന്നെ ആ സ്വർഗീയ തലത്തിൽ നിന്നും പിന്മാറ്റിക്കൊണ്ട് പോകും. സ്വർഗീയ തലത്തിൽ നിന്ന് നിന്നെ വലിച്ചുകൊണ്ട് പോകും. കൂട്ടുകെടുന്ന് തിരിച്ചറിഞ്ഞ ആ കൂട്ടുകെടുന്ന് വിടണം. അതിനോട് നീ ഗുഡ് ബൈ പറയണം. ജീസസ് ദൈവഹിതമായത് തിരഞ്ഞെടുക്കണം. ഒരു കൂട്ടുകെട്ട്. ചില പറയും, സ്നാനപ്പെട്ട സഹോദരൻ ഒരു കുട്ടിയെ സ്നേഹിച്ചു. അപ്പോൾ കെട്ടാൻ പോകുന്ന കുട്ടി ഹിന്ദുവാണ്. അന്നേരം എന്നോട് റോഡിൽ നിന്ന് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുത്തിയത് ഫാസ്റ്റ് ഇങ്ങനൊരു ബന്ധം ഞാൻ മോനെ നിനക്കത് പറ്റിയതല്ല എന്ന് പറയുന്നത്. ഞാൻ ഒരാത്മാവനെ നേടിയാലും അല്ല, നേടി വന്നിട്ട് നേടിയില്ല, നീ കെട്ടി നേടാൻ പോവാണ്. നേടിയത് മാത്രമല്ല, ആ കുട്ടി ഇവനെ കൂടെ തവണ. ഹലോ, ഇപ്പൊ അവളെ വശത്തോടാക്കി. എങ്ങനെയുണ്ട്? നിന്റെ ഭക്തിക്ക് കേട് വരുന്ന ബന്ധങ്ങൾ നോ പറയണം. നിന്റെ ഭക്തിക്ക് കേട് വരുന്ന ചിലരുണ്ട്, ഭയങ്കര ആത്മീയരായിരിക്കും, വായിക്കൂടെ വരുന്ന സാധനമൊക്കെ മറ്റുള്ളവരെ തളർത്തുന്നതായിരിക്കും. അത് ഞാൻ പറയാം, സഭയിലും കാണും. അങ്ങനെയുള്ളവർക്ക് സഭയെ കണ്ട കൂട്ടുകൂടരുത്. ചിരിച്ചിട്ട് കൈ കൊടുത്ത പൊക്കോണം. അങ്ങനെയുള്ള ചില സംസാരം കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഉള്ള ഭക്തിയുടെ പോകും. മനസ്സിലാകുന്നത്? എത്ര പേരുണ്ട്? അങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്ന ഒന്നിനെ വിശ്വസിക്കരുത്. നെഗറ്റീവ് പറയുന്ന അവൻ സ്വർഗീയന് നെഗറ്റീവ് പറയത്തില്ല. സ്വർഗീയൻ ഉള്ളത് പറയും. നെഗറ്റീവ് പറയുന്നവനല്ല ഒരു സ്വർഗീയൻ. അങ്ങനെ നെഗറ്റീവ് പറയുന്നവൻ നിന്റെ കൂടെ ആരാധിക്കുന്നവനായിരിക്കാം. ശരി സഹോദര, പക്ഷെ നോ
കാര്യം നിന്റെ ഭക്തി കേടുവരുത്തും. ഒന്ന്, ഭക്തി കേട് വരാതെ. പിന്നെ ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. പ്രപഞ്ചമോഹങ്ങൾ, പ്രപഞ്ചത്തിലെ മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുന്ന എല്ലാ മോഹങ്ങളും, ദൈവവചനത്തിന് വിരോധമായ എല്ലാ മോഹങ്ങളും പ്രപഞ്ചമോഹമാണ്. ഭക്തിയിൽ നിന്ന് വേർപിരിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അതെല്ലാം പ്രപഞ്ചമോഹങ്ങളാണ്. പണം വേണ്ടേ? പൈസ ആവശ്യമാണ്. ചില ശുഭം ഭാഷ പൈസ പോലെ നടക്കുന്ന ആരോ പറഞ്ഞത്. ഹലോ, ഈ പൈസ പോലെ പോകാത്ത ആൾക്കാരുണ്ട്. നീ എന്തിനാ ജോലിക്ക് പോകുന്ന? പൈസ വേണ്ടിയാണ്. എനിക്ക് പൈസ വേണ്ട, ഇത് വീട്ടിൽ ചുമ്മാ ഇരിക്കുക. നീ എന്തിനാ ജോലിക്ക് പോണേ? ഹലോ, മനസ്സിലായില്ല? എനിക്കാരും ഞാൻ ഇവിടെ വിശ്വാസത്തിൽ ഇവിടെ ആരോടും പൈസ ചോദിക്കാറില്ല. ഇവിടെ ആരോടും ഞാൻ എന്ത് ചെയ്യാറില്ല, പൈസ ചോദിക്കാൻ എനിക്ക് ആവശ്യമില്ല. ദൈവം എനിക്ക് തരും. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പോകാത്തത് തന്നെ സ്വന്തം സഭയിൽ ഒരു വിടലുണ്ടാകണം. സഭയ്ക്ക് അതിന് ദൈവപ്രവൃത്തി വെളിപ്പെടണം. അത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൈസ വേണ്ടതെല്ലാം സ്വതന്ത്രം ചെയ്ത് വേണ്ടാത്ത പൈസ വേണ്ടാത്തവർ എല്ലാവർക്കും വേണം. ഹലോ, പൈസ എല്ലാവർക്കും വേണം. എല്ലാവർക്കും ആവശ്യമുണ്ട്. നിങ്ങളുടെ ആവശ്യമില്ല, എൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. എനിക്ക് പൈസ വേണം. അടുത്ത നമ്മുടെ കൺവെൻഷന് വേണ്ടി 50 സെന്റ് സ്ഥലം തെയ്യം തരണം. അതിന് കാശ് വേണ്ടേ? അതുപോലെ സ്വത്രയില്ല. ഇവിടെ ഇപ്പൊ കൺവെൻഷൻ നടന്നിട്ട് ഇപ്പൊ 4 ലക്ഷം കടമുണ്ട്. കാശ് വേണ്ടേ? ഇപ്പൊ പറയുന്ന പുള്ളി തരുമോ? പറയുന്ന പുള്ളി തരുമോ? ആരെങ്കിലും പറഞ്ഞു അതേ അങ്ങനെ വീട്ടിൽ വരാം. ഭാഷ എത്ര കടവും ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നാൽ തരാന്ന് പറഞ്ഞ് പറയണം. ഹലോ, ഞങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം വഴി തുറക്കും. അതെങ്ങനെ അവിടെ വ്യാഖ്യാനിക്കാം? അവർ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. ഇതുവരെയും ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞു, ഞങ്ങൾ മലയത്തായിരുന്നല്ലോ മാസവും. എൻ്റെ അപ്പൻ എഞ്ചിനീയറായിരുന്നു. എൻ്റെ അപ്പൻ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. സാറേ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കിവിടെ 1 രൂപ പോലും ഞങ്ങൾക്ക് നിക്ഷേപിക്കുന്നില്ല. 1 സെന്റ് സ്ഥലം പോലും നിക്ഷേപിക്കുന്നില്ല. ഞങ്ങൾ നോക്കി നിൽക്കുക. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ അപ്പൻ ചെയ്ത കാര്യം എനിക്കറിയാം. മാസം തോറും 3 ദിവസം ഉപവാസ പ്രാർത്ഥന. 3-ാമത്തെ ദിവസം വിളിച്ച ദൈവദാസന് ആ കുടുക്കയിൽ കൂട്ടിവെച്ച് 1 മാസം മൊത്തം കൂട്ടിവെച്ച പൈസ എല്ലാം കൊണ്ടുവന്ന് മനോരമ പത്രത്തിൽ ഇട്ട് എണ്ണാതെ അമ്മ മടക്കി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സുണ്ട്, അത് പൊത്തത് കീറിയത്. അന്നേരം ഞങ്ങൾ കൂട്ടർ പോകുമ്പോൾ കൊടുക്കാൻ കാശില്ല. അത് കണ്ടിട്ട് പലപ്പോഴും ഹൃദയം ഒന്ന് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, എൻ്റെ അപ്പൻ അത് കൊടുത്തതാ ഇപ്പോൾ ഞങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ അതൊന്ന് കൊടുത്തത് കൊണ്ടാണ് തലമുറ ഞങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത്. നീ കൊടുത്തത് ആ നെല്ലിനെ വെറുതായി മാറത്തില്ല. മനസ്സിലാകും എത്ര പേര് ഇതിനകത്തുണ്ട്? ഭക്തിയോടെ നീ ജീവിച്ചാൽ, ഭക്തിയോടെ ജീവിച്ചാൽ അത് നിനക്കും നിന്റെ തലമുറയ്ക്കും നന്മയാകുകയും തീർക്കാം. എൻ്റെ അപ്പനോട് ദൂത് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. ഇവിടെ രജി പാസ്റ്റർ തന്നെയാണ്. രജി പാസ്റ്റർ 20 വർഷങ്ങൾക്ക് മലയത്ത് പറ്റി വരുന്ന ദൂതാണ്. സ്തോത്രം. അന്ന് അസുഖമായി ബന്ധപ്പെടാതിരിക്കുകയായിരുന്നു. പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: നീ വിശ്വസ്തയോടെ കർത്താവിന്റെ പേര് ചെയ്യുന്നുണ്ട്. അമ്മേന്റെ തലമുറയിലൂടെ ഉയർത്തി കാണും. 3 നില കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിൽ നീ തന്നെ പ്രാർത്ഥിക്കും. അതിന്റെ കണ്ണുകൊണ്ട് കാണും. 20 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്യത്വമാണ് ഇവിടെ വന്നിട്ട് ദൈവത്താറ് ഞങ്ങൾക്ക് അന്നുപോലെ ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ അടിസ്ഥാനം ഇടുമ്പോഴും പില്ലർ പൊക്കുമ്പോഴും വാർക്കുമ്പോഴും പപ്പ അവിടെ ഇന്ന് കസേരയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്തത്വം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പറയാ, ദൈവം നിന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും അത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. പക്ഷേ നീ സ്വർഗീയനായിരിക്കണം. ഭക്തിക്ക് കേടുവരുത്തുന്നതിന് ഒന്നും ഇടം കൊടുക്കരുത്. ഭക്തിക്ക് കേടുവരുത്തുന്ന ഒന്നിനും ഇടം കൊടുക്കരുത്. പ്രപഞ്ച മോഹങ്ങൾ വർദ്ധിക്കണം. എന്നിട്ട് എങ്ങനെ ജീവിക്കണം? സ്വർഗതലത്തിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണം? 3 വിധത്തിൽ 3 സ്വഭാവമുള്ളവരായിരിക്കണം. പറഞ്ഞേ. 1, സ്വർഗീയ തലത്തിൽ ജീവിക്കുന്നവർ 3 തലത്തിൽ അവർ ജീവിക്കണം.
പറഞ്ഞോ. ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗീയ തലത്തിൽ ആക്കിയിരിക്കുന്നു, സ്വർഗീയ തലത്തിൽ നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം എങ്ങനെ ജീവിക്കണം? സുബോധത്തോടെ. ഹല്ലേലൂയ. സുബോധത്തോടെ എങ്ങനെ ജീവിക്കണം? സ്വർഗീയമായ ജീവിതം എങ്ങനെയായിരിക്കും? പറ, അതൊന്ന് പറ. അതുള്ളവർ മാത്രം പറ. സുബോധം, സുബോധം പറ. അടുത്തിരിക്കുന്ന കാലം കൊടുത്ത് പറ, എങ്ങനെ ജീവിക്കണം? സുബോധം, സുബോധം, ബോധം, ബോധമുള്ളവരായി. സുബോധം. ഞാൻ സ്വർഗീയനാണ്, ഞാൻ ലോകക്കാരനല്ല, ലോകക്കാരൻ പോലെ ചിന്തിക്കേണ്ടവനല്ല, ലോകക്കാരൻ പോലെ നടക്കേണ്ട സുബോധം ഉള്ളവനായിരിക്കേണ്ട. നീതി, നീതിയുള്ളവരായിരിക്കും. ഒരു അനീതിക്ക് നീ കൂടുതൽ നിൽക്കരുത്, ഒരു അനീതിക്ക് നമുക്ക് കൂടുതൽ നിൽക്കരുത്. നീതിയോടെ, പിന്നെ ദൈവഭക്തി. 3 കാര്യങ്ങൾ. സ്വർഗീയന്മാർ സ്വർഗീയ തലത്തിൽ ജീവിക്കുന്നവരുടെ 3 ഗുണങ്ങൾ. 1 സുബോധം, 2 നീതിയോടെ, 3 പറ പറ അത് പറയും. സഹോദരന്മാർ മാത്രം പറഞ്ഞു. 1 എങ്ങനെ ജീവിക്കണം? സ്വർഗീയന്മാർ എങ്ങനെ ജീവിക്കണം? ഒന്ന് ഉറക്കം പറ, ഒന്നുകൂടെ പറ. സുബോധം, 2 നീതി, 3 ദൈവഭക്തിയോടെ. ഹലോ, അവരെ കൊണ്ട് പറയിക്കാൻ പോവാണ്. അതിനോട് നന്നായി പറഞ്ഞു. അവൻ സ്വർഗീയ തലത്തിൽ ജീവിക്കുന്നവരുടെ 3 ഗുണങ്ങൾ ഏതൊക്കെ? സുബോധം, സുബോധം. ഞാൻ ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു, ആരുമായി സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ നടക്കുന്നു. സുബോധം. എന്റെ സംസാരം എങ്ങനെയാണ്? സുബോധം. സുബോധത്തോടെ, നേരോടെ, ഭക്തിയോടെ. ഒന്നുകൂടെ 3 പറഞ്ഞു. എങ്ങനെ? സുബോധം, നീതി, ഭക്തി. ഒന്നുകൂടെ ഉറക്കം പറ. പറയാതിരിക്കുന്ന പുള്ളിയോട് ഞാൻ നിങ്ങൾ എടുപ്പിച്ച് പറയും. പെടങ്ങരുത്. ആര് ഉറക്കം പറഞ്ഞു? അങ്ങനെ സ്വർഗീയനാണെങ്കിൽ ഞാൻ സുബോധമുള്ളവരായി ജീവിക്കുക, സ്വർഗീയനാണെങ്കിൽ ഞാൻ നീതിയോടെ ജീവിക്കുക, സ്വർഗീയനാണെങ്കിൽ ഞാൻ ഭക്തിയോടെ ജീവിക്കുക. അങ്ങനെ സൗകര്യമായിട്ടുള്ള 3 കാര്യങ്ങൾ. ഞാൻ സ്വർഗീയ തലത്തിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവന്റെ ഉറപ്പുള്ള പറ. 3 ഗുണങ്ങൾ പറ. എന്തൊക്കെ? സുബോധം. പിന്നെ ചുവാതയില്ല. ഞാൻ 5 മണിയായാലും മാട് കിടക്കുന്ന പോലെ കിടക്കും. കിളികളാണെങ്കിൽ 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും, ഒരു ചുവാതയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതും ബോധയില്ല. അവയെ വാക്തത്വം മുറുകെ പിടിച്ച് അതിനും ബോധയില്ല. പ്രാർത്ഥിക്കും, അതിനും ഒരു ബോധമില്ല. ഈ ബോധം കണ്ടതിനെ ഇവിടെ കൊണ്ട് തരണം. ബോധമില്ലാത്ത സൗകര്യം ഇവിടെ കൊണ്ട് തരണം. സുബോധം നഷ്ടപ്പെട്ട ഇവിടെ കൊണ്ട് തരണം. ചില സുബോധം നഷ്ടപ്പെട്ട പുള്ളികളുണ്ട്. പള്ളി കണ്ട പള്ളിയിൽ പോകും, ക്ഷേത്രം കണ്ട അവിടെ പോകും, അവിടെ ചെയ്യും, ഇവിടെ സുബോധം നഷ്ടപ്പെട്ടെ കൊണ്ടുപോകണം. എവിടെ കൊണ്ട് തരണം? തൂങ്ങാൻ പറയല്ലേ? ഊളം പറയും. പറയേണ്ടത് ഉളം പറയപ്പെട്ടത്. സുബോധം, സുബോധം നഷ്ടപ്പെട്ട് നടക്കരുത്. സ്വർഗീയൻ സുബോധമുള്ളവനായി. ഹലോ, അവൻ ആരാധിക്കുന്ന സുബോധമുള്ളവനാണോ സുബോധമല്ലാത്തവനാണോ? സ്വർഗീയൻ സുബോധമുള്ളവൻ, നീതിയുള്ളവൻ, ദൈവഭക്തിയുള്ളവൻ. എല്ലാം കണ്ട പറയട്ടെ. ഇങ്ങനെ ഉള്ളവർക്ക് സ്വർഗീയ ഓഹരി വരും. ഹലോ, ഈ ആഴ്ച മുതൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ വചനം ഏറ്റെടുത്തവർക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ കലവറകൾ തുറക്കാൻ പോകുകയാണ്. ഈ ദൂത് ഏറ്റെടുത്തവർക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ വചനങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. നിന്നോട്, നിന്റെ തലമുറയോട് ദൈവം നൽകിയ വാഗ്ദത്തം വെളിപ്പെട്ട് വരും. കർത്താവേ, ഇന്ന് പകൽക്കാലം ആ ഒരു ബോധം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ സ്വർഗീയന്മാരാണ്. സ്വർഗത്തിന്റെ വിളിക്ക്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. സ്വർഗീയ പൗരത്വമുള്ളവരാണ്. ഞങ്ങൾ സുബോധമുള്ളവരായി, നീതിയുള്ളവരായി, ദൈവഭക്തി ഉള്ളവരായി സ്വർഗീയ തലത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഓഹരികൾ ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വർഗീയ നന്മകൾ അത് ഞങ്ങൾക്ക് നൽകുമല്ലോ. അതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അനുഗ്രഹിക്കട്ടെ. ഇത് വളരെ കാലവേഗത്തിൽ